So, good evening, everybody. Welcome once again. So, Keam Crash Program, Day 4. Today, we are with a very good chapter, the mechanical properties of solids and fluids. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററുമായിട്ടാണ് ഇന്നത്തെ ദിവസം. So, before starting, we can memorize one person, the people president of India. നമ്മളെ ഓരോരുത്തരെയും സ്വപ്നം കാണാൻ പഠിപ്പിച്ച അബ്ദുൽ കലാം സാർ. സി നിങ്ങളുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. It will make you a very good engineer. It will give the chance to acquire very good rank in the coming Keam entrance examination. So these are the very important key concepts in order to get very good rank in the coming entrance exam. Hard work and the confidence. എല്ലാ തിയറി പാർട്ടും മനോഹരമായി പഠിച്ചൊരു വിദ്യാർത്ഥി കോൺഫിഡൻസിന്റെ ഒരല്പം കുറവ് വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ചും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങൾ ഈ രണ്ട് ആസ്പെക്റ്റുകളെയും വളരെ മനോഹരമായിട്ട് നമ്മൾ ഡീൽ ചെയ്താൽ മാത്രമേ ഏറ്റവും മികച്ച റാങ്കിലേക്ക് നമുക്ക് എത്തുവാൻ പറ്റൂ. സോ കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് അത് നിങ്ങളുടെ ജീവിതയാത്രയിൽ ടോട്ടലായിട്ട് കൂടെ ഉണ്ടാകട്ടെ. ഏത് മേഖലകളിലേക്ക് നിങ്ങൾ എത്തപ്പെടുമ്പോഴും അവിടെ സക്സസ്ഫുൾ ആകാൻ ഈ രണ്ട് കാര്യങ്ങൾ ഓർമ്മയിരിക്കട്ടെ. So prayers and best wishes from SS Physics classes for your coming entrance examination. So today, we കഴിഞ്ഞ ക്ലാസ്സിലെ day 3 with a very good 2 chapters, rotational motion and gravitation. We can just memorize the concepts that we go with the last today. At first, we want to keep in mind the center of mass based problems. About ഒരു conceptual ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു ഓർക്കുക. The motion of the center of mass is unaffected by the presence of internal forces. മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ ലൊക്കേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ മറക്കരുതേ. ദാറ്റ് ലൊക്കേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു, ഒന്ന് മെമ്മറൈസ് ചെയ്തേ. യെസ്, M1R1 plus M2R2 plus etc. That division by M1 plus M2 plus etc. Mn. Then we move with the moment of inertia. പെട്ടെന്ന് നമ്മൾ 5 സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ പറഞ്ഞു. അത് എപ്പോഴും മെമ്മറൈസ് ചെയ്തനെ, തിരിഞ്ഞു പോകരുതേ. ഒരു റിംഗ് നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ അതിന്റെ സെൻട്രൽ ആക്സിസിൽ അതിന്റെ വാല്യൂ mr² എന്നും അത് ഡിസ്ക് ആയപ്പോൾ mr²/2 ആണെന്നും അതൊരു സോളിഡ് സ്ഫിയർ ആണെങ്കിൽ ഒന്ന് ചിന്തിച്ചേ, വാട്ട് ഈസ് എ വാല്യൂ? ഇറ്റ് ഈസ് 2/5 mr² ആണെന്നും അതിന് പകരമായിട്ട് അതൊരു സ്പെറിക്കൽ ഷെല്ലായിട്ട് വന്നപ്പോൾ അത് 2/3 mr² ആണെന്നും ഒരു റോഡ് വിത്ത് സെൻട്രൽ ആക്സിസ് ആണെങ്കിൽ അത് ml²/12 ആണെന്ന് നിങ്ങൾ പഠിച്ചു. മറക്കരുത്. പാരലൽ ആക്സിസ് തിയറം, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. റൊട്ടേഷണൽ ഇക്വിലിബ്രിയം പറഞ്ഞപ്പോൾ പറഞ്ഞു the net torque acting on the body becomes 0. Think the anti-clockwise torque and it will give positive torque, and clockwise motion it will give that negative torque. It is very important one. And we said the very important concept as F into D is a constant. വളരെ പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ റെസ്പോൺസിബിൾ ആകുന്ന ഫോഴ്സ് ഇൻടു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. Then the conservation of angular momentum. നമ്മൾ ഈ പറഞ്ഞ 6 ടോപ്പിക്കുകളിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, if there is no torque acting on the body, we can say the angular momentum of the body is a constant. That means we can say that I omega is a constant. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. Then നമ്മുടെ dynamics of rigid bodies, especially you must give more importance to the rolling motion. അവിടെ സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കണേ, ടോട്ടൽ കൈനറ്റിക് എനർജി ബേസ് ചെയ്ത് നമ്മൾ ഒരു കൺസെപ്റ്റ് പറഞ്ഞു.
It includes both the concepts, the translatory and the rotational together. So we get as a half of m square into 1 plus k square division by r square. And then we said the important point, k square by r square. And it actually governs the nature of the body. It may be ring, you get the value as 1. It may be this, it value become 1 by 2. For solids, pure as 2 by 5, etc. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ചാപ്റ്ററിലേക്ക് പോയി ഗ്രാവിറ്റേഷൻ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരണമേ. സി ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ വേരിയേഷൻ ഓഫ് ജി. നമ്മൾ മനോഹരമായി ഓൾട്ടിറ്റ്യൂഡിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡെപ്തിലേക്ക് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വളരെ പ്രധാനപ്പെട്ട എക്സ്പ്രഷൻ മനസ്സിൽ ഓർക്കണേ. ആ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് ബേസ് ചെയ്തിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് h division by 1 plus h by r. Then how the total energy related with the potential energy and the kinetic energy. What is the equation for escape velocity as a root 2gm by r? The Kepler's third law. That is a very important aspect. The square of the time period is proportional to the cube of the semi-major axis. വളരെ പ്രധാനപ്പെട്ട relation. So today's topic, properties of matter. So ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എൻ്റെ പേര് സാംസൺ SS, a physics teacher for last 20 years. I'm proud to say a mentor of Keam first rank candidate. കുഞ്ഞുങ്ങളെ, നമ്മുടെ properties of matter ഓക്കെ, കഴിഞ്ഞ വർഷം 2020 4 ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ 2018 കണ്ടോ 8 ക്വസ്റ്റ്യൻസ്. അപ്പൊ വേവർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. മോർ കോൺസെൻട്രേഷൻ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ അതില്ല. പക്ഷെ പ്രീവിയസ് ആയിട്ടുള്ള 2012 2013 ഒക്കെ എടുക്കുമ്പോൾ മിനിമം 5 to 6 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകളാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 12 കൺസെപ്റ്റ്സുകളെ നമ്മൾ എടുക്കുകയാണ്. അത് നിങ്ങളൊന്ന് എഴുതി വെക്കണേ. കാരണം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഉറപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലുക്ക്, ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, Engg's modulus, especially the relation with the energy, elasticity in liquids, rigid modulus, density pressure in liquids, upthrust, the buoyancy, the buoyant force, the terminal velocity, especially in the case of viscosity, the equation of continuity in a tube fluid flow, the Bernoulli's theorem, the coalescence of drops, surface tension ile ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ആസ്പെക്ട്, then the excess pressure and the capillary rise. ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 12 കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുക. അതിൽ നമുക്കൊരു റാങ്കിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ആസ്പെക്റ്റ് ആണ് സ്ട്രെസ് സ്ട്രെയിൻ കർവുമായിട്ട് ബേസ് ചെയ്തിട്ട് പലതരത്തിൽ പല ഭാവത്തിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് വളരെ പ്രധാനം, ബെർണോളിസ് തിയറം, കോയിലാസ് ഓഫ് ഡ്രോപ്സ്, ഇതെല്ലാം വളരെ പ്രാധാന്യമായിട്ട് സ്ഥിരതയോടെ. അപ്പൊ ഈ ഒരു 12 ആസ്പെക്ട്സിൽ നിന്ന് നിങ്ങൾക്ക് 4-5 ക്വസ്റ്റ്യൻസ്, 4 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. സോ നമുക്ക് 1 by ആയിട്ട് തുടരാം. ആദ്യം നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് ആണ്. നോക്കൂ, അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പോയിന്റുകളെ ഒന്ന് അനലൈസ് ചെയ്ത്. സ്ട്രെസ്, the force by area, the strain in the sense that the extension, or we can say the change in configuration by original configuration, so change in length by original length. So we plot between the stress and the strain. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില പോയിന്റുകളാണ്. The limit of proportionality, up to that point the Hooke's law is valid, and then the yield point, the elastic limit. അപ്പൊ ആ ബി വരെയുള്ള പോയിന്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് സ്ട്രെസ് കൊടുക്കണോ അത് റിലീവ് ചെയ്യുന്ന സമയത്ത് that body will regains its original condition.
അതുകൊണ്ട് തന്നെ that OAB, that is a special concept, that OAB, that is said to be the elastic region, that is very important. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ച് ഈക്വൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ അല്ല ഉണ്ടാകുന്നത്, പെർമനന്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ ഈസ് ദേർ. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഡീഫോമിംഗ് ഫോഴ്സസ് എടുക്കുമ്പോൾ അവന് പെർമനന്റ് ആയിട്ട് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. അതോടൊപ്പം ഓർക്കുക, ആ പോയിന്റ് തുടങ്ങി നമ്മുടെ BCDE, that is called the plastic region. It is the very important ആയിട്ടുള്ള ചില കൺസെപ്റ്റുകളാണ്, മറന്നു പോകരുത്. വീണ്ടും ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റ്, ഈ ഒരു ഗ്രാഫ് ബേസ് ചെയ്ത് ക്യാപിറ്റൽ D കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്കിംഗ് സ്ട്രെസ്. ബോഡി അല്ലാതായി മാറുന്ന ഒരു പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ഫോഴ്സ് ഡിവിഷൻ ബൈ ഏരിയ ആയിട്ട് നമുക്ക് പറയാം. പക്ഷെ ബ്രേക്കിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് എപ്പോഴും മെറ്റീരിയൽ പ്രോപ്പർട്ടിയാണ്. അത് ഏരിയയുമായിട്ട് കൺഫ്യൂഷനോട് ഡിപ്പെൻഡബിൾ ആക്കി മാറ്റരുതേ. അത് ഓരോ മെറ്റീരിയലിനും ഓരോ വാല്യൂ ആണ്. പക്ഷേ ബ്രേക്കിംഗ് ഫോഴ്സ് പക്ഷേ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ്. ഇനി വ്യക്തതയോടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഇലാസ്റ്റിക് റീജിയനും പ്ലാസ്റ്റിക് റീജിയൻ വളരെ ചെറുതായിട്ടുള്ള മെറ്റീരിയലിനെ വിളിക്കുന്ന പേരാണ് ബ്രിട്ടിൽ. ഓർമ്മയിരിക്കണം, ഗ്ലാസും കാസ്റ്റ് അയണും ഒക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മുടെ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് പറയുന്നത് കൂടുതലായിട്ടുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡക്റ്റൈൽ. അത് നമുക്ക് ചോയ്സുകളായിട്ട് വരാൻ സാധ്യതയുള്ള ആസ്പെക്ട്സുകളാണ്. വി കൻ ഗോ വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കീം എൻട്രൻസിലെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 72 ക്വസ്റ്റ്യനുകളിൽ അറൌണ്ട് ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേ ടൈപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എനിത്തിങ് ഈസ് കറക്റ്റ് ഓർ റോങ്, ഓർ സെലക്ട് ദ കറക്റ്റ് വൺ ഓർ ദ റോങ് പെയർ, ലൈക്ക് ദാറ്റ്. ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ ഗിവ് ദ ആൻസർ. വളരെ ശ്രദ്ധയോടെ വായിച്ച് അതില് തെറ്റായിട്ടുള്ള നമുക്ക് എലിമിനേറ്റ് ചെയ്യുവാൻ പറ്റുന്ന ചോയ്സസ് കളഞ്ഞതിന് ശേഷം, തിയറി നന്നായിട്ട് പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇതുകൂട്ട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റൂ. അതല്ലാത്ത കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ട് വരും. അത് ഒരു 7 to 8 ആണ്. നിങ്ങളിൽ പലർക്കും തുടക്കക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബോർഡ് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടാണ് എൻട്രൻസിന് കൂടുതൽ കോൺസെൻട്രേഷൻ നടത്തുന്ന കുട്ടികളാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു പരിധിവരെ ഫോർമുല, അതിന്റെ മീനിങ്ങുകൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ തിയറി അത്ര കണ്ട് നന്നായിട്ട് വ്യക്തമായിട്ട് NCERT ബേസ് ചെയ്ത് അറിഞ്ഞിരിക്കണം. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് റിലേറ്റഡ് ടു സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, ദാറ്റ് ഈസ് കറക്റ്റ്. നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്ത് ഉത്തരം പെട്ടെന്ന് പറയാം. കമാ ക്വിക്ക്, എല്ലാവരും പെട്ടെന്നാവട്ടെ. Very good. You are right. Yes. Come on. The first option. The stress is linearly proportional to strain, irrespective of the magnitude of the strain. അങ്ങനെയല്ല, നമ്മുടെ സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക്, നമ്മുടെ ലിമിറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി വരെ മാത്രമേ പറ്റൂ, അല്ലെ? അതുകൊണ്ട് അത് തെറ്റാണ്. The stress is linearly proportional to strain above the yield point. Never happen. Yes, the stress is linearly proportional to strain for stress much smaller at the yield point. Yield point നെക്കാളും വളരെ കുറഞ്ഞ വാല്യൂവിൽ അത് പ്രൊപ്പോർഷണൽ ആണ്. Have the true option is there. നോക്കാം, the stress strain curve is the same for all materials. No. നമ്മളിപ്പോ പറഞ്ഞ ബ്രിട്ടിലും ഡക്റ്റൈലും ഒക്കെ പറഞ്ഞപ്പോൾ തന്നെ ഡിഫറൻസ് ആയി കഴിഞ്ഞു, അല്ലെ? സ്ട്രെസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. അങ്ങനെയല്ല ഹൂക്സ് ലോ പറയുന്നത്, സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. സോ വി ക്യാൻ കോട്ട് ദ ആൻസർ as that third option, C as the correct one. അപ്പൊ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റിനെ കുറിച്ച് വളരെ ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. മിക്കവാറും ഒരു 7 to 8 ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിലായിരിക്കും. അത് റാങ്ക് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് സബ്ജക്ട് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അപ്രോച്ചബിൾ ആയിട്ട് വരൂ. യങ്സ് മോഡുലസുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ മനസ്സിലേക്ക് വരണമേ, സാധാരണ നമ്മുടെ ലിക്വിഡ്സിൽ പോസിബിൾ അല്ലാത്ത, ഗ്യാസസിൽ പോസിബിൾ അല്ലാത്ത ഒരു യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്
യങ്സ് മോഡുലസ് എന്ന് പറയാം. അപ്പൊ സാധാരണ രൂപത്തിൽ ലെങ്ത് പ്രകാരമാണ് അതിന് വരുന്നത്. യങ്സ് മോഡുലസ് ഈസ് നത്തിങ് ബട്ട് ദ സ്ട്രെസ് ഡിവിഷൻ ബൈ സ്ട്രെയിൻ. അപ്പൊ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രത്യക്ഷത്തിൽ അത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ദ ഡിവിഷൻ ബൈ ദാറ്റ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവിഷൻ ബൈ ദാറ്റ് ഒറിജിനൽ ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തതയോടെ എഴുതാം ദാറ്റ് എഫ് ഡിവിഷൻ ബൈ എ ഇൻറ്റു ദാറ്റ് ഡെൽറ്റ എൽ ഡിവിഷൻ ബൈ എൽ. ഇത് യങ്സ് മോഡുലസിന്റെ വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഓർക്കുക, ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എക്സ്റ്റൻഷൻ ഒരു വയറിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവന്റെ കോൺഫിഗറേഷന് വ്യത്യാസം വന്നു കഴിഞ്ഞു. ആ വ്യത്യാസം വരുന്നതിനനുസരിച്ച് അവനിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലകൾ ഓർക്കണേ. ഒന്ന്, എനർജി that is stored in an extended body is half into load into extension. That is the very important one. അതേപോലെ the energy density, energy per unit volume, take the value as is equal to half into stress into strain. വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലകളാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ പരീക്ഷകൾക്ക്, എൻട്രൻസ് പരീക്ഷകൾക്കെല്ലാം ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള ഉപയോഗിക്കേണ്ട കോൺസെപ്റ്റ്സുകളാണ്, മറക്കരുത്. സോ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നോക്കൂ, two wires capital A and B of a same material, അത് got the point. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. സെയിം മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് മെറ്റീരിയൽ ഡിപ്പെൻഡബിൾ ആകുന്ന വാല്യൂ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മെറ്റീരിയൽ ഡിപ്പെൻഡബിൾ ആകുന്ന ടേമുകളാണ്. അപ്പൊ അത് രണ്ടു പേർക്കും അത് സെയിം ആണെന്നാണ് പറയുക. പിന്നെ എന്താ പറയുന്നത്? ആൻഡ് ഓഫ് ഈക്വൽ ലെങ്ത്, length of A should equal to length of B with the radii in the ratio, that is RA by RB എന്ന് പറയുന്നത് it is given as is equal to 1/2 and are subject to identical loads. So that is the concept there. Identical load എന്ന് പറയുമ്പോൾ force acting on A should equal to force acting on B, and it is given if the length of A increases by 8 mm, എന്ന് പറഞ്ഞാൽ delta L that happened for A, that is 8 mm, എങ്കിൽ what is the length in B? That is we need to find it. Come on. പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാൻ ശ്രമിക്കൂ. Maybe very good point, very good concept. Come on, try to do it. So അവിടെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമ്മുടെ റിലേഷൻ വരണം. യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് F division by A into that delta L division by L. വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ തരുന്ന ചില ആസ്പെക്ട്സുകളുണ്ട്. ഒയ്ക്ക് വേരിയേഷൻ ഇല്ല, ലെങ്ത് രണ്ടിനും സെയിം ആണ്, സെയിം ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക. കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ എൽ ആണ്. അതിനെ ക്രോസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് വരാം. ദാറ്റ് ഈസ് ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? ഏരിയക്ക് ഇൻവേഴ്സിലി ആണ്. അപ്പൊ രണ്ട് കേസസ് ആയിട്ട് നമ്മൾ എടുത്താൽ ഡെൽറ്റ എൽ ബി ബൈ ഡെൽറ്റ എൽ എ എന്ന് പറയുന്നത്, യെസ്, ഓർക്കുക, ഏരിയ ഫോർ എ ഡിവിഷൻ ബൈ ഏരിയ ഫോർ ബി എന്ന് പറയുന്നത് ആർ എ ബൈ ആർ ബി ദ ഹോൾ സ്ക്വയർ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ആർ എ ആർ ബി കണക്ഷൻ. ദാറ്റ് ഈസ് 1/2. സോ 1/2, that is 1/2 is given. So 1/2 square, that is equal to 1/4. അപ്പൊ നമുക്ക് വേണ്ടത് ഡെൽറ്റ എൽ ബി ആണ് അല്ലെ? So that is equal to delta LA, the division by 4. What is the value for delta LA? It is 8 mm by 4. We get the answer as what? 2 mm. That means we get the choice as A. Yes. So we get A as the answer. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്, മറന്നു പോകരുത്. So we can move with the third aspect. നോക്കാം. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചെയ്യുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ കോമ്പറ്റബിൾ ആണ്. വളരെ കാര്യമായിട്ട് നിങ്ങൾക്ക് ഏതൊരു എൻട്രൻസ് പരീക്ഷയ്ക്കും സഹായിക്കുന്ന ടൈപ്പ്
കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ തിയറി പാർട്ട് വളരെ വ്യക്തമായിട്ട്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഇൻ ലിക്വിഡ്സ്, സാധാരണ ബൾക്ക് മോഡുലസ് എന്ന് പറയുന്ന ഇലാസ്റ്റിസിറ്റിയാണ് നമ്മുടെ ലിക്വിഡ്സിനും ഗ്യാസസിനും എല്ലാം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ സോളിഡിനും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. എല്ലാ മെറ്റീരിയൽസും ആപ്ലിക്കബിൾ ആകുന്നത് ബൾക്ക് മോഡുലസ് മാത്രമാണ്. ഇവിടുത്തെ കൺസെപ്റ്റ്സിലേക്ക് നമുക്ക് പോകാം. എ ബോൾ falling in a lake of depth 400 meter has a decrease of 0.2% in its volume at the bottom. The bulk modulus of the material of the ball is dash. ബൾക്ക് മോഡുലസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട കൺസെപ്റ്റ് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, ഇറ്റ് ഈസ് എ സ്ട്രെസ് ബൈ സ്ട്രെയിൻ. പക്ഷേ ലിക്വിഡ്സിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് വോളിയം സ്ട്രെസ് ആണ്. വോളിയം സ്ട്രെസ് ഡിവിഷൻ ബൈ ദാറ്റ് വോളിയം സ്ട്രെയിൻ ആണ്. സാധാരണ വോളിയം സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് നമ്മളുടെ ആക്ട് ചെയ്യപ്പെടുന്ന ഡ്രോപ്പില് അല്ലെങ്കിൽ ആ ബോളില് നോർമലായിട്ടാണ് ഫോഴ്സ് വരുന്നത് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അവിടെ പ്രഷർ അപ്ലൈഡ് ആണ്. ദ ഡിവിഷൻ ബൈ that delta V by V, so that is said to be the volume strain. പിന്നെ എല്ലാ കാര്യങ്ങളും ആയി കഴിഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്ന ഒരു കാര്യം, a ball is falling in a lake of depth 400 meter. അപ്പോ ആ ലേക്കിനുള്ളിൽ അത് എത്തിയ ഡെപ്ത് എന്ന് പറയുന്നത് യെസ് 400 ആണ്. അപ്പൊ അവിടുത്തെ പ്രഷർ കണ്ടുപിടിക്കാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും അല്ലെ. ചേഞ്ചിങ് പ്രഷർ ഈസ് വാട്ട് സഫേർഡ് വിത്ത് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് പറയുന്നത് നമുക്ക് മനോഹരമായിട്ട് എച്ച് റോ ജി എന്ന് നമുക്ക് പറയാം. ഇത് ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ കയ്യിലേക്കുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് ഹാസ് എ ഡിക്രീസ് ഓഫ് 0.% ഇൻ വോളിയം. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100% ആണ് നമുക്കിവിടെ 0.2% ആയിട്ട് തന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ വി ബൈ വി എന്ന് പറയുന്നത് 0.2/100 ആയിട്ട് നമുക്ക് എടുക്കാം. എന്ന് പറയുമ്പോൾ 2 × 10⁻³ ആയിട്ട് മാറി. ഇനി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരത്തിലേക്ക് എത്താം. കമാ എച്ച് എത്രയാണാവോ 400 എന്നാ പറഞ്ഞത് അല്ലെ. 4 × 10² ഇൻറ്റു വാട്ട് ഈസ് റോ ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ്. സോ നമുക്ക് 10³ ആയിട്ട് എടുക്കാം. Into 10 division by, so 9.8 here, that division by the change in volume by original volume as 2 × 10⁻³ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പറഞ്ഞേ. കമാൻ സേ, കമാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഓക്കെ, യു ആർ ഓൺ ദ വേ. ഗുഡ് ഗുഡ് ഗുഡ്. യെസ്, കൊള്ളാം കൊള്ളാം. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. So 2 × 9.8, so 19.6 into that 5 + 8, so 10⁻⁸, and we get the value as 1.96 into 10⁻⁹. So we can quote the answer as E choice. So very good, very good. So we can move to the next aspect. കുഞ്ഞുങ്ങളെ, ഇപ്പൊ നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് പ്രയോജനം ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. So dear one, ഈ ഒരു സാഹചര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ദയവ് ഇത് ശ്രദ്ധിക്കുക. പ്ലീസ് ഷെയർ ദിസ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരുന്നുണ്ട്. സോ ആ സമയത്ത് അവർക്ക് ഇതൊരു റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒരു കാര്യം നമ്മുടെ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ അവസാന സമയത്ത് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി 100 വളരെ പ്രധാനപ്പെട്ട 100 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മുടെ ഈ സാംസൺ SS എന്നാണ് ഈ ചാനലിന്റെ പേര്. ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾക്ക് നോക്കാം. 100 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമ്മുടെ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഒരു 5 to 10 മിനിറ്റ്സിന്റെ കുറച്ച് വീഡിയോസ് ആണ്. ഓരോന്നിലും നമുക്ക് 2 to 3 ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സുകളും പ്രോബ്ലവും ഒക്കെ ചേർത്താണ് വളരെ ചെറിയ മിനിറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള
വീഡിയോസ് ആണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് 72 ക്വസ്റ്റ്യനിൽ ഉറപ്പിക്കാൻ ഒരു 50+ കോൺസെപ്റ്റ്സും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ എന്നെ കേൾക്കുന്ന കുട്ടികൾ അത് നിങ്ങളെ റിവിഷന് വേണ്ടി ആ വീഡിയോസ് കണ്ടാൽ നിങ്ങളെ ഒത്തിരി സഹായിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10-12 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് സോൾവ്ഡ് ആണ്. പിന്നെ അല്ലാതെ 2017 വരെയുള്ള ക്വസ്റ്റ്യൻസും ഇയർ ബേസ് ചെയ്തിട്ടും സോൾവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് റിയലി ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ആയിട്ട് ഈ ചാനലിലുണ്ട്. സോ പ്ലീസ് ഷെയർ ദിസ് ഇൻഫർമേഷൻ ടു യുവർ ഫ്രണ്ട്സ്. മറക്കരുത്, സബ്സ്ക്രൈബ് ഇറ്റ്, പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്. സോ നമ്മുടെ നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ റിജിഡിറ്റി മോഡുലസ്. അപ്പൊ അത് സോളിഡ്സിന് മാത്രമായിട്ടുള്ള ഒരു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയാണ്. അതില് നിങ്ങൾ കാൽക്കുലേഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കൂ, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് വളരെ വ്യക്തതയോടെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. ടോപ്പ് സർഫസിലെ ടാൻജൻഷ്യലി ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആക്ട് ചെയ്യുന്ന അവിടത്തെ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ആ ഏരിയ ടോപ്പ് സർഫസിലെ ഏരിയ ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോ സ്ട്രെസ് എഴുതാൻ നിങ്ങൾ ഫോർമുല എഴുതിയാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ സ്ട്രെസ് നമ്മുടെ റിജിഡിറ്റി മോഡുലസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ദാറ്റ് ഈസ് ടാൻജൻഷ്യൽ ഓൺ ദ സർഫസ്. ഏരിയ എന്ന് പറയുമ്പോൾ മറന്നു പോകരുത്, ടോപ്പ് സർഫസിലെ ഏരിയ ആണ്. ദെൻ ഡിവിഷൻ ബൈ സ്ട്രെയിൻ. അവിടുത്തെ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ആണ് കേട്ടോ, മറന്നു പോകരുത്. ഈ ആംഗിൾ ഇൻ ദ സെൻസ് ദിസ് വൺ. ആ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻ കിട്ടിയ അല്ലെങ്കിൽ കംപ്രസ്ഡ് ആയിട്ടുള്ള എക്സ് ഡിവിഷൻ ബൈ ദ തിക്നെസ്, ഇറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു അതിന്റെ സൈഡ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫോർമുല നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഫോഴ്സ് ബൈ ഏരിയ ബൈ that angle. It is so small, and hence we can say the arc by radius. So that arc by radius, that is x division by that thickness. That is important. അപ്പൊ ഇത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും മെമ്മറബിൾ ആയിട്ടുണ്ടായിരിക്കണേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി we can move with one important question, and again a previous year question, good question. The lower edge of a square slab of side 50 centimeter and thickness 20 centimeter. അപ്പം സ്ക്വയർ സ്ലാബ് ആണ്. അപ്പോൾ അത് say we can draw like this one. Good. അപ്പൊ അതിന്റെ സൈഡ് 50 സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ബട്ട് ദ തിക്നെസ്, ദിസ് ഹൈറ്റ് ഈസ് ഗിവൻ ആസ് ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ദാറ്റ് ഈസ് റിജിഡ്ലി ഫിക്സഡ് ഓൺ എ ബേസ് ഓഫ് എ ടേബിൾ. A tangential force of 30 Newton that is applied to the slab. If the shear modulus of the material is 4 into 10 to the power 10, the displacement of the upper edge in meters എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ നേരത്തെ ഫിഗറിൽ കാണിച്ച മാതിരി ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാവും ബിക്കോസ് ഓഫ് ദ ഫോഴ്സ് ദേ. അപ്പൊ ഈ എക്സ്റ്റൻഷൻ എത്രയാണ് നമുക്കത് എക്സ് ആയിട്ട് എടുക്കാം. ഇതിന്റെ സൈഡ് ടി ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഫോർമുല മറന്നു പോകരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് റിജിഡിറ്റി മോഡുലസ് ദാറ്റ് ടേക്ക് ദ വാല്യൂ ആസ് എഫ് ഡിവിഷൻ ബൈ എ, ദാറ്റ് ഡിവിഷൻ ബൈ ദാറ്റ് ആംഗിൾ, ദാറ്റ് ഷിയറിംഗ് സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ആർക്ക് ഡിവിഷൻ ബൈ ദാറ്റ് തിക്നെസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡിവിഷൻ ബൈ എ ഇൻറ്റു that x division by t. ഇതാണ് ഈറ്റ. അപ്പൊ നമുക്ക് വേണ്ടത് x ആണ് അല്ലെ? കമാൺ, പെട്ടെന്ന് ട്രൈ ചെയ്തേ, എന്നിട്ട് ഉത്തരം പറഞ്ഞേ. സോ x is equal to f into t division by a into ഈറ്റ. പെട്ടെന്നാവട്ടെ കുഞ്ഞുങ്ങളെ. യെസ്, നമ്മുടെ ആ 100 പോയിന്റ്സിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. സോ കുഞ്ഞുങ്ങളെ അത് ഈ ചാനലിൽ തന്നെ പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ മതി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം ഗ്രൂപ്പുകളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ തന്നെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അത് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ. യെസ്. സോ പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. So x is equal to, the force there is a 30 Newton into that thickness. The thickness is given as a 20 centimeter division by that area. ആ സൈഡ് എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ 0.5 into 0.5 into that rigidity modulus as a 4 into 10 to the power of 10. So that is equal to, come on, give the answer. Yes, very good, very good. 6 into 10 to the power of minus 10. So that much meter. That means we can quote the answer as a street choice. Is it okay? കുഞ്ഞുങ്ങളെ ഈ തിയറി പറഞ്ഞു തരുന്ന രീതി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? Come on, share. Is it clear for you? Question ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? Please message me. Can I move forward? Come on, come on. Okay, okay, fine, good. Yes, we can move to the next one. Number 5. നമ്മുടെ സാധാരണ ഒരു ഓബ്ജക്ട്സിലെ നമ്മുടെ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്യുമ്പോൾ മാസിനും ഫോഴ്സിനും പകരമായിട്ട് ഫ്ലൂയിഡ്സിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് ഡെൻസിറ്റി ആൻഡ് പ്രഷർ ഇൻ ലിക്വിഡ്സ്. അപ്പൊ അതിലെ ഡെൻസിറ്റി ബേസ് ചെയ്ത പ്രോബ്ലംസ്, എസ്പെഷ്യലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡെൻസിറ്റിയുള്ള മിക്സ് ചെയ്യുന്ന സമയത്തുള്ള ഡെൻസിറ്റിയെ കുറിച്ചുള്ള ഫോർമുലകൾ കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം പ്രഷറിന്റെ യൂണിറ്റ്സുകൾ പ്രത്യേകിച്ച് നിങ്ങൾ നോക്കുക. അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഹൈഡ്രോളിക് ജാക്ക് ഒക്കെ ബേസ് ചെയ്യുന്ന കൺസെപ്റ്റ്സ്. അപ്പൊ അവിടെ നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം. അപ്പൊ നമുക്ക് അറിയാം ഈ നമ്മുടെ വെഹിക്കിൾസിനെയൊക്കെ ഉയർത്തുവാൻ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റ്സിലെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പോയിന്റ്, നമുക്ക് ഏതൊരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ പ്രഷർ എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ പ്രഷർ അറ്റ് 1 ഷുഡ് ഈക്വൽ ടു ദ പ്രഷർ അറ്റ് ദ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് അറ്റ് 1 ഡിവിഷൻ ബൈ ഏരിയ, ആൻഡ് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദാറ്റ് എഫ് അറ്റ് 2 ബൈ ദ ഏരിയ അറ്റ് ദ സെക്കൻഡ് വൺ. അപ്പം നമ്മുടെ ലാർജ് വിഡ്ത്തുള്ള ഏരിയയിൽ അവിടുത്തെ പ്രഷർ നമുക്ക് F2 ബൈ A2 എന്ന് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ F2 വെയിറ്റ് ഉള്ള നമ്മുടെ വെഹിക്കിളിനെ ഉയർത്തുവാൻ നമ്മൾ കൊടുക്കേണ്ട സ്മോൾ ഫോഴ്സ് എന്താണ്? We can easily find that F1 is equal to F2 by A2 into A1. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ്, മറന്നുപോകരുത്. സോ ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ പാസ്കൽസ് ലോ, ദ പ്രഷർ. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്ലൂയിഡ്സിനുള്ളിൽ നമ്മൾ എവിടെ ഒരു പ്രഷർ കൊടുക്കണോ അത് അൺഡിമിനിഷ്ഡ് ആയിട്ട് എവറി പാർട്ട് ഓഫ് ദ ലിക്വിഡിലും ഈക്വലി ഷെയറബിൾ ആണെന്നുള്ള ആ ഒരു ആസ്പെക്ട് മറന്നുപോകരുത്. സോ നിങ്ങൾക്ക് വേണ്ടി വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് അത് ട്രൈ ചെയ്തേ. Radius of 1 amp of hydraulic lift is 4 times of radius of other amp. What force should be applied on the narrow amp to lift 100 kilogram? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ ആമിലുള്ള ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്നാവട്ടെ. So F1 division by A1, it should be equal to F2 division by A2. And our aim is to find what is the smaller force, that is F1. So that is equal to F2 division by A2
that much into A1. അപ്പൊ ഇവിടെ റേഡിയസിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ സർക്കുലർ ആയിട്ടുള്ള ആം ആണെന്നുള്ള കൺസെപ്റ്റ് വെക്കുക. സോ F2 into pi into R1 square division by that pi into R2 square. അപ്പൊ നമുക്ക് പൈയും പൈയും എന്ത് ചെയ്യും? ക്യാൻസൽ ആയിപ്പോകും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ നമുക്ക് ഉയർത്തേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. സോ ഇൻറ്റു ജി ആയിരിക്കണം അവിടുത്തെ നമ്മുടെ വെയിറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി R1 by R2 സ്ക്വയർ. അപ്പൊ ഇവിടെ പറയുന്നത് റേഡിയസ് ഓഫ് 1 ആം ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് 4 times the radius of the other. അപ്പൊ ഇവിടെ വലിയ ഇതിന്റെ, അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിന്റെ റേഡിയസ് എന്ന് പറയുന്നതാണ് ഇവിടെ പറയുന്നത് 4 times. അപ്പോൾ R2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ആസ് 4 times of R1. സോ നമുക്ക് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന R1 by R2 സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ R1 സ്ക്വയർ by R2 സ്ക്വയർ, ദാറ്റ് ഈസ് 4 times of R1 സ്ക്വയർ. കമാൺ ക്വിക്ക്, പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ചേ. കമാൺ എവരിബഡി. 1000 ഡിവിഷൻ ബൈ 4 സ്ക്വയർ ആണ്, മറന്നു പോകരുത്. സോ ഇറ്റ് ഷുഡ് ബി is equal to 16. കമാൺ കമാൺ, പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. യെസ് യെസ്, കമാൺ ക്വിക്ക്, പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. So we get the choices. Good, good. 62.5 Newton. Exactly, you are on the way. കുഞ്ഞുങ്ങളെ, നമ്മൾ എപ്പോഴും ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആദ്യം അതിനുള്ളിൽ തന്നിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണ്, നമ്മൾ ഏത് ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് അതിന് യോജിച്ചത്, അത് തിരഞ്ഞെടുക്കുക, അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ആൻസറിലേക്ക് എത്തിയിരിക്കും, അതിനകത്ത് സംശയമില്ല. പക്ഷെ ആ ഫോർമുല കൃത്യതയോടെ അറിയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അറിയണമെങ്കിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം ചാർട്ടാക്കി അത് പല പ്രാവശ്യം നമ്മൾ ഒന്ന് എഴുതുകയും അത് ഓർമ്മയിൽ വെക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡിൽ അത് എക്സാമിന് വേണ്ടി വരും. സോ ഡിയർ സ്റ്റുഡൻസ്, ടുമോറോ ഡേ 5, അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ യു. എക്സാക്ട്ലി നമുക്ക് ഒരു മിനിമം 5 ക്വസ്റ്റ്യൻസ് എങ്കിലും ഉറപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു ബിഗ് ചാപ്റ്റർ ആണ്. And is divided into 3: the thermal properties of matter, thermodynamics, kinetic theory of gases. ഇനിയുള്ള ഓരോ ചാപ്റ്ററുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുകയാണ്. സോ ഇൻ ടൈമിൽ തന്നെ നിങ്ങൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം ഈ ഒരു ക്ലാസ് നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാക്സിമം പരിശ്രമിക്കണേ. പ്ലീസ് ഷെയർ ദിസ് വൺ. ദെൻ ഓൺലി ഈവൻ എനിക്ക് ഒത്തിരി എനർജി ഉണ്ടാവും, അതനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻ ഒക്കെ അത് വളരെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഈ ചെയ്യുന്ന ഒരു പെയിൻ ഇറ്റ് ഷുഡ് ബി ഷെയർഡ് ടു അതേഴ്സ് ഓൾസോ. അപ്പൊ ഈ ഒരു പാൻഡമിക്കിന്റെ സമയത്ത് അവർക്കും അതിന്റെ ഒരു പ്രയോജനം കിട്ടാൻ വേണ്ടി മാക്സിമം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മടിക്കരുത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ, ദാറ്റ് upthrust in liquids. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിളിന്റെ ആസ്പെക്ട്. ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: എ 10 cubic centimeter cube floats in water with a volume of 4 centimeter cube remaining above the surface. The density of the material from which the cube is made. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെയാണ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അറിയേണ്ടത്. എന്താണ് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമുക്ക് ആദ്യം ആ ഒരു റൂളിലേക്ക് ഒന്ന് കടക്കാം. നോക്കൂ, അപ്പൊ നമുക്ക് ഒരു ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. യെസ്, അതിലെ പാർഷ്യലി ആയിക്കൊള്ളട്ടെ, ഫുള്ളി ആയിക്കൊള്ളട്ടെ, വാട്ട് ഓർ മേ ബി ദ കേസ്, ഒരു ഓബ്ജക്റ്റ് ഇമേഴ്സ്ഡ് ആണ് എന്നിരിക്കട്ടെ, ലൈക്ക് ദിസ്. അപ്പൊ ഇങ്ങനെ ഒരു ബോഡി ഫ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ എന്താണ്? അപ്പൊ അവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്, വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് അപ്ത്രസ്റ്റിന് ഈക്വൽ ആയിരിക്കും.
വെയിറ്റ് ഓഫ് ദ ബോഡി എന്ന് പറയുന്നത് അപ്ത്രസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ. ഈ അപ്ത്രസ്റ്റ് എന്ത് എന്നാണ് നമ്മുടെ ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഫോഴ്സ്, ദ thrust given by the liquid on the body. It is nothing but equal to ഈ ബോഡി ഉള്ളിലായിരിക്കുന്ന വോളിയം എത്രയാണ്, ദാറ്റ് ഈസ് വോളിയം ഇൻസൈഡ് ഇൻറ്റു ആ ബോഡിയുടെ ഡെൻസിറ്റിക്ക് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല കേട്ടോ. നമ്മുടെ ലിക്വിഡ് ഏത് ലിക്വിഡിലാണോ ഇരിക്കുന്നത് അതിന്റെ ഡെൻസിറ്റി ഇൻറ്റു ജി, ഇതാണ് അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു mg under floating condition. The weight of the body, ഏത് ബോഡിയാണോ ഫ്ലോട്ട് ചെയ്യുന്നത് അത് അപ്ത്രസ്റ്റിന് തുല്യമായിരിക്കണം. അപ്ത്രസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ലിക്വിഡ് ഓഫർ ചെയ്യുന്ന ഫോഴ്സ് ആണ്. അത് ആക്ട് ചെയ്യുന്നത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണോ വോളിയം ഇൻസൈഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മളൊരു ഷിപ്പ് ഫ്ലോട്ട് ചെയ്ത് പോകുന്നു എന്ന് പറയുമ്പോൾ അതിലെ ഉള്ളിലുള്ള എന്തുമാത്രം വോളിയം ഉണ്ടോ ഇൻറ്റു, അപ്പൊ പുറമേ കാണുന്നതല്ല ഉള്ളിലുള്ള വോളിയം ഇൻറ്റു, അപ്പൊ ആ വാട്ടറിനുള്ളിൽ എന്തുമാത്രം വോളിയം ഉണ്ട് ഇൻറ്റു അതിലെ നമ്മൾ ഏത് ലിക്വിഡിലാണോ ആ ബോഡി കിടക്കുന്നത് അതിന്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ആയിരിക്കും അവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെയിറ്റ് എന്ന് പറയുമ്പോൾ ആരുടെ വെയിറ്റ് ആണ്? ഈ ഫ്ലോട്ട് ചെയ്യുന്ന ബോഡിയുടെ വെയിറ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ്? ഡെൻസിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ നമ്മുടെ മാസിന് പകരം നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ. അപ്പൊ ഡെൻസിറ്റി ഓഫ് ദ ബോഡി ടു വോളിയം എന്ന് പറയുന്നു ഇൻറ്റു ജി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഇനി എന്താണ് വോളിയം ഇൻസൈഡ്? ഇവിടെ പറയുന്ന ഒരു കാര്യം, ഇതിന് ടോട്ടൽ ആയിട്ടുള്ള വോളിയം എത്രയെന്നാണ് പറയുന്നത്? 10 ക്യൂബിക് സെന്റിമീറ്റർ എന്നാണ് പറയുന്നത്. ഗുഡ്. എന്നിട്ട് പറയാണ് 4 സെന്റിമീറ്റർ ക്യൂബ് റിമൈനിങ് എബവ്. അപ്പൊ പുറമേ കാണുന്ന വോളിയം 4 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ ഉള്ളിലുള്ളതല്ലേ നമുക്ക് വേണ്ടത്? വോളിയം ഇൻസൈഡ് അല്ലേ വേണ്ടേ? അപ്പൊ അത് ടോട്ടൽ വോളിയത്തിൽ നിന്ന് നമുക്ക് 4 സബ്ട്രാക്ട് ചെയ്താൽ പോരെ. സോ വാട്ട് വി ഗെറ്റ് ദ വാല്യൂ? 6 സെന്റിമീറ്റർ ക്യൂബ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. So that is the volume inside. So 6 centimeter cube into density of the liquid. നമുക്കറിയാം ഇത് വാട്ടറിലാണ് കേട്ടോ അല്ലെ. നമുക്കതിന് 1 ആയിട്ട് നമുക്ക് എടുക്കാം CGS സിസ്റ്റം. അത് മറന്നു പോകരുത്. SI സിസ്റ്റം വരുമ്പോഴാണ് നമ്മൾ 10 ക്യൂബ് ആയിട്ട് പറയാം. സോ ഇൻറ്റു ജി ആയിട്ട് നമുക്ക് പറയാം. ഇനി വേണ്ടത് ഡെൻസിറ്റി ഓഫ് ദ ബോഡി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിവിഷൻ ബൈ ദ ടോട്ടൽ വോളിയം. നമുക്ക് ടോട്ടൽ വോളിയം എത്രയായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഇറ്റ് ഈസ് ഗിവൺ ആസ് ഇസ് ഈക്വൽ ടു 10. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര ആൻസർ ആയിട്ട് നമുക്ക് പറയും? 0.6 ഗ്രാം ഡിവിഷൻ ബൈ ക്യൂബിക് സെന്റിമീറ്റർ. സോ ഒരിക്കൽ കൂടെ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബയോൺസി അല്ലെങ്കിൽ അപ്ത്രസ്റ്റ് എന്ന് പറയുമ്പോൾ ദ അപ്ത്രസ്റ്റ് ആക്ടിങ് ഓൺ എ ബോഡി എന്ന് പറയുന്നത്, അപ്പോൾ ഏതൊരു ബോഡിയും അത് ഡെൻസിറ്റി കുറഞ്ഞതായിക്കോട്ടെ കൂടുതലായിക്കൊള്ളട്ടെ, ഒരു ബോഡിയെ നമ്മൾ ഒരു ലിക്വിഡിന്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തുമാത്രം വോളിയം ഉണ്ടോ, ആ ബോഡിയുടെ വോളിയം ഉണ്ടോ ഇൻറ്റു ആ ഇരിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു ജി ആണ് നമ്മൾ അപ്ത്രസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൗ മച്ച് ഈസ് ദ നമ്മളുടെ എന്താണ് കണ്ടീഷൻ ഫോർ ഫ്ലോട്ടിംഗ്. ഫ്ലോട്ടിംഗ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറയുന്നത് അപ്ത്രസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? നിങ്ങളെ ഇത് മനോഹരമായിട്ട് മനസ്സിലായോ? അപ്പൊ നമുക്ക് 0.6 എന്നാണ് ആൻസർ കിട്ടിയത് അല്ലെ. എ ചോയ്സ് എക്സാക്ട്ലി. ഗുഡ്. അപ്പൊ നിങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് അത് ഫോളോ ചെയ്തു വരുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓർക്കണേ, നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഇയറിലെ ഏറ്റവും നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററുകളാണ് ഇന്ന് തുടങ്ങിയത്. ഇന്ന് നാളെയും അടുത്ത ദിവസവും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. മറ്റൊന്നും കൊണ്ടല്ല, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ സാധ്യത കുറയുന്ന ഒരു ചാപ്റ്ററാണ്. ഒരുവിധം ബ്രെയിൻഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്ന, എന്ന് വെച്ചാൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമായിരിക്കും അവസാനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിക്കുക. ഇൻഡെപ്തിൽ അറിയാതെ വരുന്ന ചാപ്റ്ററുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യതയോടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച റാങ്ക് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും.
അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയോടെ ഓരോ കൺസെപ്റ്റ്സുകളും പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം മറന്നു പോകരുത്, ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ദ ചാനൽ, അതോടൊപ്പം ഷെയർ ചെയ്യാൻ മടിക്കരുത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ടെർമിനൽ വെലോസിറ്റിയുമായിട്ട് ബേസ് ചെയ്തത്. എന്താണ് ഈ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? എപ്പോഴും ഓർക്കണേ, ഒരു വളരെ ഹൈറ്റിന് മുകളിൽ ഒരു ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു സ്പിയർ മൂവ് ചെയ്ത് വന്നാല് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, സാധാരണ രൂപത്തിലെ 3 ഫോഴ്സസ് ആണ് അതിൽ ആക്ട് ചെയ്യാറുള്ളത്. ഒന്ന്, വെയിറ്റ് എന്ന് പറയുന്ന mg, ദാറ്റ് ഈസ് വെർട്ടിക്കലി ഡൗൺവേർഡ്. മോഷൻ എങ്ങോട്ടാണോ, ബിക്കോസ് ഓഫ് ദ എയർ റെസിസ്റ്റൻസ് അവിടെ ഒരു വിസ്കസ് ഫോഴ്സ് ആക്ട് ചെയ്യും. അതോടൊപ്പം ഏത് മീഡിയമാണോ ഉള്ളത് അവൻ കൊടുക്കുന്ന upthrust എന്ന് പറയുന്ന ഫോഴ്സ്. പക്ഷേ ഒരു പർട്ടിക്കുലർ സെപ്പറേഷൻ അത് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് 0 ആയി മാറും. ആ സമയത്താണ് the body is said to be under motion with constant velocity. ആ കോൺസ്റ്റന്റ് വെലോസിറ്റി വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ടെർമിനൽ വെലോസിറ്റി നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? നമുക്കൊരു ഇക്വേഷനിലേക്ക് ആഫ്റ്റർ ഡെറിവേഷൻ കഴിഞ്ഞ് കിട്ടിയാൽ ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. The terminal velocity is equal to 2/9 into rho minus sigma r square g division by 9 eta. അവിടെ ഓർക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, നമ്മൾ ഏത് മീഡിയത്തിലാണോ വരുന്നത് അതിന്റെ കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ആണ് ഈറ്റ എന്ന് പറയുന്നത്. റോ എന്ന് പറയുന്നത് ഏത് ബോഡിയാണോ അണ്ടർ മോഷൻ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ആണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി എന്നാണ് മീനിങ് ഉദ്ദേശിക്കുക, ദ ഡെൻസിറ്റി ഓഫ് ദ ബോഡി. ആൻഡ് സിഗ്മ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ മീഡിയം അണ്ടർ കൺസിഡറേഷൻ. അപ്പൊ നമ്മൾ എയറിലൂടെയാണ് വരുന്നതെങ്കിൽ എയറിൻ്റെത്, അതല്ല നമ്മൾ ഏതെങ്കിലും ലിക്വിഡ് ആണെങ്കിൽ അതിൻ്റെത് എന്നാണ് അർത്ഥം. R എന്ന് പറയുന്നത് ദ റേഡിയസ് ഓഫ് ദ ബോബ് അണ്ടർ കൺസിഡറേഷൻ. ഇതാണ് ടെർമിനൽ വെലോസിറ്റി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടേമുകളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ബോൾ ഓഫ് സ്റ്റീൽ, its density is given as 7.8 gram per cubic centimeter. At times, a terminal velocity of 10 centimeter per second when falling in water. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് വാട്ടറിനെ ബേസ് ചെയ്തിട്ടാണ് പറയാം. എന്നിട്ട് പറയാണ് then its velocity in glycerin would be nearly. അപ്പൊ ഗ്ലിസറിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ കേസിലുള്ള നമ്മുടെ ടെർമിനൽ വെലോസിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരേ ബോഡിയാണ്, രണ്ട് വ്യത്യസ്ത ലിക്വിഡുകൾ. അപ്പൊ ഒരേ ബോഡി വരുമ്പോൾ അവയ്ക്ക് കോൺസ്റ്റന്റ് ആകാൻ സാധ്യതയുള്ളത് ഏതൊക്കെയാണ് നിങ്ങളത് ഓർക്കുക. അപ്പം ഈ ഡെൻസിറ്റി ഓഫ് ദ ബോഡി കോൺസ്റ്റന്റ് ആണ്, R കോൺസ്റ്റന്റ് ആണ്, പിന്നെ ഇതിയൊക്കെ നോർമലി കോൺസ്റ്റന്റ് ആകുമല്ലോ. അപ്പൊ ആ ടെർമിനൽ വെലോസിറ്റി ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് നമുക്ക് പറയാം. That is proportional to rho minus sigma into, yes, rho minus sigma into റേഡിയസ് കോൺസ്റ്റന്റ് ആണ്, നമുക്കത് മൈൻഡ് ചെയ്യേണ്ട, ദ ഡിവിഷൻ ബൈ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ രണ്ട് സിറ്റുവേഷൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഗ്ലിസറിന്റെ അല്ലേ? അപ്പൊ Vg, the terminal velocity for the glycerin by the terminal velocity for that is steel is equal to, അപ്പൊ ഗ്ലിസറിൻ, അപ്പൊ ബോഡി മൈനസ് സിഗ്മ 4 എന്തായിട്ട് വരും? ഗ്ലിസറിൻ, ദ ഡിവിഷൻ ബൈ, ഓർക്കണേ, ഈറ്റ ഫോർ ഗ്ലിസറിൻ. ഇനി നമ്മളുടെ സ്റ്റീലുമായിട്ട് ബന്ധപ്പെടുമ്പോൾ റോ മൈനസ് സിഗ്മ ഫോർ സ്റ്റീൽ ഡിവിഷൻ ബൈ ദാറ്റ് ഈറ്റ ഫോർ ദാറ്റ്, യെസ്, നമ്മളുടെ സ്റ്റീൽ ബോൾ. ഇനി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിച്ചേ. കമാൺ ക്വിക്ക്, കമാൺ, പെട്ടെന്ന് ആൻസറിലേക്ക് വന്നേ. കമാൺ കമാൺ. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഇറ്റ് ഈസ് ഗിവൻ ആസ് 7.8 into 7.8 minus sigma, the density for the
glycerin. So it is given as 1.2 that division by 7.8 minus that sigma for the steel. So that is that is sigma for water, that is 1 into eta coefficient of viscosity for that water in water, that is S denote for water. So that is given as is equal to 8.5 into 10 to the power of minus 4, that division by the coefficient of viscosity for glycerin. So that value that is given as is equal to 13.2 Pascal. It is so high coefficient of viscosity for glycerin. Come on, calculate it. So that is a 6.8, 6.6 by 6.8 into 8.5 by 13.2 into 10 to the power of minus 4. And we get the value as exactly 6.2 0.625 into 10 to the power of minus 4. അപ്പോൾ അവിടെ അത് വെലോസിറ്റി ഇൻ ഗ്ലിസറിൻ ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ദാറ്റ് വാല്യൂ ഇൻടു ദാറ്റ് വിസ്കോസിറ്റി, നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ഓഫ് ദാറ്റ് സ്റ്റീൽ, and that is given as what, 10. So into 10, so you get the value as a 6.25 into 10 to the power of minus 4 centimeter per second. So that is the answer. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ദിസ് വൺ. അപ്പൊ ആ ഇക്വേഷനിലെ ഓരോ ടേമുകളും മറന്നു പോകരുത്. ഇപ്പൊ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഡെഫിനറ്റ് ഹൈറ്റ് ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സസിന്റെ നെറ്റ് വാല്യൂ 0 ആയി മാറുകയാണ്. ഏതൊക്കെയാണ് ആ ഫോഴ്സസ്? വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ്, മോഷൻ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒന്ന് ദാറ്റ് കോഎഫിഷ്യന്റ് നമ്മുടെ വിസ്കസ് ഫോഴ്സ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ദ മീഡിയം കൊണ്ടുണ്ടാകുന്ന അപ്രസ്റ്റ്. ആ നെറ്റ് ഫോഴ്സ് 0 ആയി മാറുകയാണ്. ആ മാറുമ്പോൾ അറ്റൈൻ ചെയ്യുന്ന വെലോസിറ്റിയാണ് ടെർമിനൽ വെലോസിറ്റി. അതിൽ ഓർക്ക, റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദ ബോഡിയാണ്, സിഗ്മ ഡെൻസിറ്റി ഓഫ് ദ മീഡിയം അണ്ടർ കൺസിഡറേഷൻ, r റേഡിയസ് ഓഫ് ദാറ്റ് സ്പെറിക്കൽ ബോഡി, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം അണ്ടർ കൺസിഡറേഷൻ. കുഞ്ഞുങ്ങളെ, ഈസ് ഇറ്റ് ക്ലിയർ? Can I move forward? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. Is it okay? വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നോൺ ഡിഫറന്റ് ആയിട്ടുള്ള ഏരിയ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ട്യൂബിലൂടെ വാട്ടർ ഫ്ലോ ചെയ്താൽ the quantity of water flowing per second എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ലൈക്ക് ഇലക്ട്രിക് കറന്റ് ഈസ് എ കോൺസ്റ്റന്റ്. അങ്ങനെ വരുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഏരിയ ഇൻറ്റു വെലോസിറ്റി A1 V1 should equal to A2 V2. That is a very important one. That is called the equation of continuity. അപ്പം ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഡയമെൻഷണൽ ആസ്പെക്ട് മറന്നു പോകരുത്. That amount of water flowing per second എന്നാണ് meaning. So we can move with the next one. A good question is there. Come on, try it. An ideal fluid flows through a pipe of non-uniform diameter. The maximum and the minimum diameters of the pipes are 6.4 centimeter and 4.8 centimeter respectively. The ratio of minimum and the maximum velocities of fluid in this pipe is. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് കേസസ് ആയിട്ട് എടുക്കുമ്പോൾ ഓർക്കണേ, A1 V1 should equal to A2 V2. അവിടെ ക്രോസ് സെക്ഷണൽ കൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, ഇപ്പൊ ഇത് ഏരിയ ക്രോസ് സെക്ഷൻ 1 കുറവാണെന്നിരിക്കട്ടെ, മിനിമം ഏരിയ ആണ്, ഇത് മാക്സിമം ഏരിയ ആണ് വരിക. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് the ratio of minimum and maximum velocity. അപ്പം ഏരിയ A into V കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഏരിയ പ്രൊപ്പോർഷണൽ ടു 1/V ആയിരിക്കും. ഏരിയ കുറഞ്ഞെടുത്ത്
വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് രണ്ടാമത്തെടുത്തായിരിക്കും നമുക്ക് അപ്പൊ V2/V1 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ V2/V1 ഇവിടെ വരുമ്പോൾ V2/V1 വരുമ്പോൾ നമുക്ക് A1/A2 ആണ്. A1 ഏരിയ ആണ്. അപ്പൊ നമുക്കത് പൈ ഇൻറ്റു R1² എന്നായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് R1/R2 സ്ക്വയർ ആയിരിക്കും. പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പം R1 എന്ന് പറയുന്നത് മിനിമം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ എടുക്കും. അപ്പൊ നമുക്ക് 4.8 ഡിവിഷൻ ബൈ 6.4 ആയിട്ട് നമുക്ക് കിട്ടും. സോ ദാറ്റ് മച്ച് സ്ക്വയർ. അപ്പൊ 4.8 6.4 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ഇറ്റ് ഈസ് 3/4 ദാറ്റ് സ്ക്വയർ. 48/64. 16 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യും. So 3/4 as we get the value as 9/16. Very good, very good. You are on the way. So we get the answer for 8th question as is equal to as a choice. നിങ്ങളെ ഏറ്റവും കോമ്പറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് കേട്ടോ. നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഏറ്റവും നല്ല ക്വസ്റ്റ്യനുകളുമാണ്. അപ്പൊ അത് ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് വരുന്നതിന് സംശയമില്ല. അതുകൊണ്ട് ട്രൈ ഇറ്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. സോ നമ്മൾ 8 പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളിലേക്കാണ് നമ്മൾ പോയത്. അറ്റ് ദ 9th വൺ, ദ ബെർണോളിസ് തിയറം. ആ ബെർണോളിസ് തിയറത്തില് നിങ്ങൾ ഓർക്കുക, ഒരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷൻ ആയിക്കൊള്ളട്ടെ, വാട്ടർ മേബി ദ കേസ്, ഡിഫറെന്റ് ഹൈറ്റിലുള്ള ട്യൂബുകളിലേക്ക് നമ്മളുടെ ഫ്ലോയെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുമ്പോൾ അവന്റെ പ്രഷർ എനർജി പ്ലസ് ദാറ്റ് കൈനറ്റിക് എനർജി ഹാഫ് റോ V² പ്ലസ് ദാറ്റ് ഗ്രാവിറ്റേഷണൽ എനർജി റോ GH എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതൊരു ഫസ്റ്റ് പോയിന്റും ഇതൊരു സെക്കൻഡ് പോയിന്റും ആയിട്ട് എടുക്കുകയാണെങ്കിൽ അറ്റ് 2 points വി ക്യാൻ സേ P1 പ്ലസ് ഹാഫ് റോ V1² പ്ലസ് റോ GH1 എന്ന് പറയുന്നത് it should be equal to, for the second case, P2 plus half rho V2² plus rho G into H2. So that is the aspect. അപ്പൊ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഡിഫറെന്റ് കേസസ്. ഇത് ഓർക്കുക, ദ ടോട്ടൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ആ ബെർണോളിസ് തിയറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. അപ്പൊ അതിന്റെ 3 ഡിവിഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രഷർ എനർജി കൺസെപ്റ്റ്, then kinetic energy concept and that potential energy concept എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. So that is a very important one. Look, the very important. We can move with the good question. Air of density 1.2 kilogram per meter cube is blowing across the horizontal wings of an aeroplane in such a way that its speed above and below the wings are 150 and 100 meters per second respectively. The pressure difference between the upper and the lower sides of the wing. അപ്പോൾ നമുക്കൊരു വിങ് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. സെയിം ദാറ്റ് വൺ വിത്ത് an aeroplane. സോ ഇവിടെ ഇത് ഫസ്റ്റ് മുകളും രണ്ടാമത്തത് താഴെയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എർത്തുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരേ ഹൈറ്റിലാണെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി അത് രണ്ടിലും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയാൽ ഫസ്റ്റ് എടുത്തുള്ള സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? P1 പ്ലസ് ഹാഫ് റോ ഇൻറ്റു V1² പ്ലസ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ രണ്ടിടത്ത് ഒരേ വാല്യൂ വരുന്നതുകൊണ്ട് നമുക്കത് വേണ്ട, ക്യാൻസൽ ചെയ്ത് പോകും. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു P2 പ്ലസ് അവിടുത്തെ വെലോസിറ്റി V2 ആണെങ്കിൽ ഹാഫ് റോ ഇൻറ്റു V2². അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കണേ, ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത് എബവ് ആയിട്ട് പറയുന്നത് 150 മീറ്റർ. അവിടെ വെലോസിറ്റി കൂടുതലാണെന്നാണ് പറയുന്നത് അല്ലെ. വെലോസിറ്റി കൂടിയെടുത്ത് പ്രഷർ കുറവായിരിക്കും അല്ലെ. യെസ്, ദാറ്റ് ഈസ് വെരി, കാരണം ഇത് കോൺസ്റ്റന്റ് ആയിട്ടല്ലേ നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഫറൻസ് ഇൻ പ്രഷർ ആണ്. അപ്പൊ നമുക്ക് P1 മൈനസ് P2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു V2² മൈനസ് ഹാഫ് റോ ഇൻറ്റു V1². അപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്ന് എടുത്താൽ ഹാഫ് റോ ഇൻറ്റു V2² മൈനസ് V1². അങ്ങനെയാണെങ്കിൽ എല്ലാം കൃത്യമായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഹാഫ് ഇൻറ്റു that density that is given as 1.2 into
that V2, that is 150 square minus that 100 square. പെട്ടെന്നാവട്ടെ. So that is equal to 0.6 into, yes, നമുക്ക് വേണമെങ്കിൽ ഒരു 1.5, yes, into 100 ആയിട്ട് എടുക്കാം. അപ്പോൾ 100 സ്ക്വയർ ആയിട്ട് എടുക്കാം. അപ്പോൾ that is 10 to the power of 4. That is 1.5 square minus 1 square. On calculation, you get the value as is equal to, come on, quick, give the answer. Come on, everybody. It's a very good question. Come on, come on. So you get the answer as a 7,500. Yes, very good. Newton per meter square, exactly. Good. So we get the choice as a C choice. So dear one, is it legible? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? Yes. നിങ്ങളെ മറന്നു പോകരുത്. You try to share this channel to your friends. അത് മാക്സിമം ഈ പാൻഡമിക്കിന്റെ ഒരു സമയത്ത് മാക്സിമം കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുവാൻ വേണ്ടി സഹകരിക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ മറക്കരുതേ. നോക്കൂ, coilers of drops. അപ്പൊ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള n ഡ്രോപ്സ് ഉണ്ടെന്നിരിക്കട്ടെ. അത് അവന്റെ ഓരോന്നിന്റെ റേഡിയസ് സ്മോൾ r ആണെങ്കിൽ അതൊരു ബിഗർ റേഡിയസ് ആയിട്ട് മാറുമ്പോൾ അതിൽ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സർഫസ് ടെൻഷനുമായിട്ട് ബേസ് ചെയ്തിട്ട് റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, the change in surface area into the surface tension. അപ്പൊ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ക്യാപിറ്റൽ R എന്ന് പറയുന്ന റേഡിയസ് ഉള്ളതിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². അപ്പൊ n ഡ്രോപ്സിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അങ്ങനെ വരുമ്പോൾ ഓർക്കണേ, ഈ n into 4πr² ടോട്ടൽ സർഫസ് ഏരിയ ഈ ബിഗർ വണ്ണിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബിഗർ ഒന്നായി മാറുമ്പോൾ എനർജി ഈസ് റിലീസ്ഡ്. ആ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ആസ്പെക്ട് ആയിട്ട് ഇവിടുത്തെ ചോദ്യം. നോക്കിയേ, a large number of liquid drops, each of radius r, coalesce to form a single drop of radius r. The energy released in the process is converted into kinetic energy of the big drop so formed. The speed of the big drop is, so that is we need to find. അപ്പോൾ ഈ റിലീസ് ചെയ്യുന്ന എനർജി മുഴുക്കുകയും ½ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ എനർജി എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചേഞ്ച് ഇൻ സർഫസ് ഏരിയ എടുക്കണം, അല്ലെ? സോ ദാറ്റ് ഈസ് En into 4πr² minus 4π into capital R² into capital T. പക്ഷെ നമ്മുടെ ചോയ്സസ് നോക്കുമ്പോൾ അതിലൊന്നും എന്നില്ല. എങ്ങനെയാണ്? അപ്പൊ ഇങ്ങനെ ഒരു കൺവേർഷൻ നടത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, there is a conservation on a particular parameter. അത് not on the area, it is on the volume. വോളിയം കൺസർവേഷൻ എന്ന് പറയുന്നതാണ് ലിക്വിഡുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു പ്രോപ്പർട്ടി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ 4/3 π into capital R³ എന്ന് പറയുന്നത് n times of 4/3 π into small r³ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് n-ന് പകരം എങ്ങനെ എഴുതാം? r³ ഡിവിഷൻ ബൈ സ്മോൾ r³. അപ്പൊ നമ്മൾ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് r³ ബൈ സ്മോൾ r³ into 4πr² minus 4πr² into that capital T. ഇവിടെ നിന്ന് ഈ 4πr³ അങ്ങ് പുറത്തേക്ക് എടുത്തേ. അപ്പോഴത്തേക്കും ഒരു r² ക്യാൻസൽ ആയാൽ അവിടെ 1/r വന്നില്ലേ? മൈനസ് ഇവിടെ ഒരു സ്ക്വയർ അല്ലേ ഉള്ളൂ, നമ്മൾ ക്യൂബ പുറത്തെടുത്തേ, അതുകൊണ്ടൊരു 1/r ഉണ്ട്. ഇപ്പൊ നമ്മൾ ആൻസറിലേക്ക് അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ എക്സസ് എനർജിയാണ് ആക്ച്വലി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ആ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എങ്ങനെ എഴുതും? Kinetic energy is nothing but equal to ½ m into v².
അപ്പൊ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ആ ഒരു ബിഗർ ഡ്രോപ്പിന്റെ മാസ് എന്ന് പറയുന്നത് നമ്മൾ ഡെൻസിറ്റിയുടെ രൂപത്തിലേക്ക് നമുക്ക് എഴുതിയാലോ? അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു, സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതിയാല് സേ ഹാഫ് ഇൻറ്റു മാസ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഇൻറ്റു യെസ് വോളിയം അല്ലേ അടുത്ത് വരുന്ന, അതുമായിട്ട് ചേർന്ന് വോളിയം എങ്ങനെ എഴുതാം? 4/3 പൈ ആർ ക്യൂബ്. യെസ്, ദാറ്റ് മച്ച് ഇൻറ്റു വി സ്ക്വയർ. അപ്പൊ അതിൽ ആ 4π അങ്ങോട്ട് ക്യാൻസൽ ആയി അല്ലെ? യെസ്, സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് വൺ. ഈ 3 into 2 എന്ത് ചെയ്തു? 6 ആയിട്ട് എത്തി. ഈ ഡെൻസിറ്റി ബോട്ടത്തിലേക്ക് വന്നു. അപ്പൊ 6 വന്നു. നമ്മുടെ ടി ഇവിടെയുണ്ട്. ദ ഡിവിഷൻ ബൈ റോ ഇൻറ്റു 1/r minus 1/R. So that is nothing but v square. അങ്ങനെയാണെങ്കിൽ we can easily find the value for v is equal to 60 by rho into 1/r minus 1/R. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്, മറന്നു പോകരുത്. അതിൽ നമ്മൾ പല ആസ്പെക്ട്സുകൾ പറഞ്ഞു. ഒരിക്കൽ കൺസെപ്ച്വലി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, n ഡ്രോപ്സ് ഒരുമിച്ച് ചേർന്ന ഒരു ബിഗർ ഡ്രോപ്പ് ആയിട്ട് മാറുമ്പോൾ എനർജി അബ്സോർബ്ഡ് ആകുമോ, റിലീസ് ചെയ്യപ്പെടുമോ? ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് സർഫസ് ഏരിയ ഓഫ് ദാറ്റ് n നമ്പർ ഈസ് ഗ്രേറ്റർ കമ്പയർഡ് ടു ദ ബിഗർ വൺ. അതുകൊണ്ട് തന്നെ എക്സസ് എനർജി വിത്ത് ദ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്സ്, എനർജി ഷുഡ് ബി റിലീസ്ഡ്. ആ എനർജി റിലീസ് ചെയ്തതിന്റെ വാല്യൂ ആണ് നമ്മൾ ഈ കണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ സർഫസ് ഏരിയ ഇൻറ്റു ദാറ്റ് സർഫസ് ടെൻഷൻ. അത് പലയിടത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആസ്പെക്ട്സ് ആണ്. ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ മാത്രമല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സസ് പ്രഷർ. കം ഓൺ, ട്രൈ ഇറ്റ്. Pressure inside two soap bubbles are 1.01 and 1.02 atmosphere. The ratio of their volume is. അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഫോർമുലയാണ് എക്സസ് പ്രഷർ. എക്സസ് പ്രഷർ ഇൻ ബബിൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 40/R. എന്താണത്? ദാറ്റ് ഈസ് ദ പ്രഷർ ഇൻസൈഡ് മൈനസ് the pressure outside ആണ് നമ്മുടെ 40/R എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ആദ്യത്തെ കേസിലെ പ്രഷർ ഇൻസൈഡ് ഓഫ് ദ ഫസ്റ്റ് ബബിൾ എന്ന് പറയുന്നത് 1.01 ആണ്. എന്താണ്? ATM. P0 എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതെന്താണ്? 1 ATM ഈക്വൽ ടു 40/R. ആർ യു കംഫർട്ട്? യെസ്. അപ്പൊ ഇത് നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 40 ഡിവിഷൻ ബൈ ആദ്യത്തെ കേസ് ആയതുകൊണ്ട് അവന്റെ R1 ആയിട്ട് എടുക്കാം, അത് 0.01 കിട്ടി. ഗുഡ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസിൽ എങ്ങനെ എഴുതാം? രണ്ടാമത്തെ കേസിലും പ്രഷർ ഇൻസൈഡ് എന്താണ്? 1.02 ആണ്. ഔട്ട്സൈഡ് എന്താണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ 1 ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? 40/2 R2 ആയിട്ട് എഴുതാം. അപ്പൊ 40 ഡിവിഷൻ ബൈ R2 നമുക്ക് എന്തായിട്ട് പരിഗണിക്കാം? യെസ്, 1.02 മൈനസ് 1.02. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നോക്കൂ, റേഷ്യോ ഓഫ് ദിയർ വോളിയം ആണ്. R1 ക്യൂബ് ബൈ R2 ക്യൂബാണ് നമുക്ക് വേണ്ടത് അല്ലെ? വോളിയം 1 ബൈ വോളിയം 2 എന്ന് പറയുന്നത് യെസ് 4/3 പൈ R1 ക്യൂബ് ബൈ 4/3 പൈ R2 ക്യൂബ് എന്ന് പറയുമ്പോൾ R1/R2 ദ ഹോൾ ക്യൂബ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ഒരു രണ്ട് ഇക്വേഷനെ ഒന്ന് ഡിവൈഡ് ചെയ്തെടുത്തേ. യെസ്, ഒന്ന് ഡിവൈഡ് ചെയ്തേ. അപ്പൊ അത് R2/R1 ആയി മാറി അല്ലെ? അപ്പൊ 0.01/02. യെസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് R1/R2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? 0.02/0.01. അപ്പൊ 2/1. യെസ്, 2/1. So we can substitute as a 2 cube. 8:1. So that is the answer. C is the choice. നിങ്ങളെ ക്ലിയർ ആണോ? ഓരോ ആസ്പെക്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ്. Then the capillary rise. ഇപ്പൊ സാധാരണ വാട്ടർ മാതിരിയുള്ള ആംഗിൾ ഓഫ് കോൺടാക്ട് അക്യൂട്ട് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ കാപ്പിലറി റൈസ് സംഭവിക്കുന്നു. അതിന് പകരമായിട്ട്
ആംഗിൾ ഓഫ് കോൺടാക്ട് ഒബ്റ്റ്യൂസ് ആയിട്ടുള്ള കേസസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കാപ്പിലറി ഡിപ്രഷൻ സംഭവിക്കുന്നു. അവിടെ വളരെ പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു ഇക്വേഷൻ ആണ് H is equal to 2t cos theta division by R rho into G. വളരെ പ്രധാനപ്പെട്ട റിലേഷൻ ആണ്. സോ ഈ 12th ആസ്പെക്റ്റില് we are waiting with a very good question for you. So that question is this one. If capital M is the mass of water that rises in a capillary tube of radius smaller, then the mass of water which will rise in a capillary tube of radius 2r is. ഇവിടെ നോക്കണേ, അപ്പൊ നമുക്കൊരു കാപ്പിലറി ട്യൂബ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ അതിന് ഒരു h ഹൈറ്റ് മുകളിലോട്ട് റൈസ് ഉണ്ടായെങ്കിൽ അവന്റെ റേഡിയസിന്റെ ട്യൂബ് r ആയിട്ട് നമ്മൾ എടുത്താൽ നമുക്ക് ഈ മാസമായിട്ടാണ് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ എന്തുമാത്രം വോളിയം നമ്മുടെ മാസ് ഓഫ് ലിക്വിഡ് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ മാസ് എന്ന് പറയുന്നത് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് ദിസ് മച്ച് അല്ലേ? അതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതൊരു സിലിണ്ടറിക്കൽ രൂപത്തിൽ എടുത്താൽ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആയിട്ട് നമുക്ക് പറഞ്ഞൂടെ? അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഓർക്കേണ്ടത് ദാറ്റ് മാസ് പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ എച്ച് ആണ്. പക്ഷെ നിങ്ങൾക്കറിയാം എച്ച് എന്ന് പറയുന്നത് 2t cos theta ഡിവിഷൻ ബൈ ആർ റോ ജി ആണ് അല്ലെ? അപ്പൊ ഒരു ലിക്വിഡിന്റെ കേസ് എടുക്കുമ്പോൾ അതിന്റെ സർഫസ് ടെൻഷനും ആംഗിൾ ഓഫ് കോൺടാക്റ്റും ഡെൻസിറ്റിയും ഒക്കെ കോൺസ്റ്റന്റ് ആണ്. എച്ച് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് എഴുതാം 1/r എന്ന് പറയുമ്പോൾ മാസ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഇൻറ്റു എച്ച് 1/r ആയിട്ട് പറയുമ്പോൾ മാസ് ഇൻസൈഡ് ദാറ്റ് കാപ്പിലറി റൈസ് ചെയ്യപ്പെടുന്ന മാസ് എന്ന് പറയുന്നത് ആർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നു? റേഡിയസ് ഓഫ് ദ ട്യൂബിന്. അപ്പൊ രണ്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും? m2 ഡിവിഷൻ ബൈ m1 എന്ന് പറയുന്നത് r2 ബൈ r1 ആയിട്ട്. അപ്പൊ സ്വാഭാവികപരമായിട്ടും m2 ടേക്ക് ദ വാല്യൂ ആസ് r2 ബൈ r1 ഇൻറ്റു m1. So that is a very important concept. So that must be equal to. ഇവിടെ രണ്ടാമത്തതിന്റെ റേഡിയസ് 2r ആയിട്ടാണ് നമ്മളോട് പറയുന്നത് അല്ലെ? That much into the capital M. So നമുക്ക് 2m ആയിട്ട് ആൻസർ പറയാം. It is the very very important concept. Very good, very good. And you get the answer as a D choice. So dear one, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 12 ആസ്പെക്ട്സുകളാണ് ഓർക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തതെങ്കിൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ ഒരു പെയിൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം സ്റ്റുഡൻസിന്റെ കയ്യിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. സോ വി ക്യാൻ വെയിറ്റ് ഫോർ ദ കമ്മിങ് ഡേ, ഡേ 5. സോ 3 ടോപ്പിക്കുകളാണ് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, തെർമോഡൈനാമിക്സ് ആൻഡ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. സാധാരണ രൂപത്തിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് വരെ വെയിറ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടെ തിയറി നന്നായിട്ട് വായിച്ചിട്ട് ക്ലാസ്സിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ പരീക്ഷ വളരെ അടുത്തു. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി ഡെയിലി റൊട്ടീൻ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല ഉറക്കം നിർബന്ധമാണ്. അതൊരു കാരണവശാലും ഒരു 6+ hours കൂടുതലാകണ്ട. ബാക്കിയുള്ള സമയം വളരെ മനോഹരമായിട്ട് പഠിക്കുവാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കുക. സോ നാളെ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം തിയറി പഠിച്ചതിന് ശേഷം വരാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഷെയർ ചെയ്യാം. സോ പ്ലീസ് ടൈപ്പ് ഓൺ ഇറ്റ്. ഐ വിൽ ഗിവ് ദ ആൻസർ ഫോർ ഇറ്റ്. കുറച്ചുപേര് ലേറ്റ് ആയിട്ടാണ് വന്നത്. അത് ഇതിനകത്ത് തന്നെ ഉണ്ട്, റെക്കോർഡഡ് ആണ്. സ്വാഭാവികപരമായിട്ട് നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം നിങ്ങൾക്ക് കിട്ടും. യെസ്, കൃത്യതയോടെ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. നോ ഡൗട്ട് അറ്റ് ആൾ. യെസ്, കുഞ്ഞുങ്ങളെ മറന്നു പോകരുത്. നമ്മുടെ 100 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ഫിസിക്സ് പോയിന്റ്സ് നിങ്ങൾക്ക് വേണ്ടി പ്ലേലിസ്റ്റിലുണ്ട്. അത് കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു മിനിമം 50+ ക്വസ്റ്റ്യൻസും അതിന്റെ കോൺസെപ്റ്റ്സുകൾ ബേസ് ചെയ്ത് തന്നെയായിരിക്കും കേരള എൻട്രൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ അക്കാര്യം മറക്കരുതേ.
യെസ്. അപ്പൊ നമ്മൾ ഈ ആദ്യമായിട്ട് വന്ന കുറച്ച് പേരുണ്ട്, അത് മറന്നു പോകരുത്. ഇത് ഡേ 4 ആണ്. 4 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. 4 ഈ ചാനലിൽ തന്നെ ഉണ്ട് ലൈവ് സെക്ഷനകത്ത്. സോ യു ക്യാൻ ഗോ ഇറ്റ് ദാറ്റ്. അതോടൊപ്പം ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് വെക്കുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. യെസ് യെസ് യെസ്. ഓക്കെ ഫൈൻ. സോ ഡിയർ വൺ, 100 പോയിന്റ്സ് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എല്ലാവർക്കും ഉപകരിക്കുന്ന തരത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. നോട്ട് ഓൺലി ഫോർ കീം ബട്ട് ഫോർ നീറ്റ് ഓർ കുസാറ്റ് ഒക്കെ പ്രയോജനം ചെയ്യുന്ന പോയിന്റുകളാണ്. 100 പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഏതാണ്ട് ഒരു 50 to 53 പോയിന്റ്സ് +1 ബേസ് ചെയ്തും ബാക്കി +2 ബേസ് ചെയ്തിട്ടും അലൈൻ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റുകളാണ്. സാധാരണ രൂപത്തിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, സർ +2 നിന്നാണോ +1 നിന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ 72 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എക്സാക്ട്ലി 37 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ +1 എന്ന് ചോദിച്ചിട്ടുള്ളത്. +2 ബാക്കി 35 ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ട് ഏതാണ്ട് ഒരു 49-51 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ക്വസ്റ്റ്യൻസ് സാധാരണ കീമിന് ഫിസിക്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ വരിക. പക്ഷെ അത് വ്യത്യാസപ്പെടാം ഓരോ വർഷവും. അപ്പോൾ ചില വർഷങ്ങളിൽ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സിൽ നിന്ന് 6 ക്വസ്റ്റ്യൻ വരുമെങ്കിൽ ചില വർഷം അത് 4 വരുന്നുള്ളൂ. അത് ഡിപ്പെൻസ് ആണ് ക്വസ്റ്റ്യനെയറുടെ. അതുകൊണ്ട് നമ്മൾ മാക്സിമം കവറപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. യെസ്, ഓക്കെ ഫൈൻ. അപ്പോൾ ഡിയർ വൺ, ലൈവ് സെക്ഷനിൽ നിങ്ങൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാൻ ദയവ് ചെയ്ത് മറക്കരുതേ. ഫ്ലൂയിഡ് നന്നായിട്ട് പഠിക്കുവാൻ വേണ്ടി ഇനിയുള്ള സമയം നിങ്ങൾ ആ ഒരു ചാപ്റ്ററിന് മാത്രം കൊടുത്താൽ അത് പറ്റില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷൻസ് കൃത്യമായിട്ട് അതിന്റെ ലേബൽ ചെയ്ത് പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും അടുത്തുള്ള ഒരു മാർഗമായിട്ട് വരിക. ഇക്വേഷൻ അതെന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏത് തരത്തിലാണെന്ന് സെൻസ് ചെയ്ത് പഠിച്ചാൽ ഈസിയോടെ നിങ്ങൾക്ക് കിട്ടും. നീറ്റിന് ക്ലാസ്സും ലൈവ് വെക്കാമോ? ഐ വിൽ ട്രൈ ഇറ്റ്, ബട്ട് ഇതിന്റെ സപ്പോർട്ടിനനുസരിച്ചായിരിക്കും ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ കൂടുതൽ കുട്ടികൾക്ക് ഇത് പ്രയോജനകരമാകുന്നു എന്ന് കണ്ടാൽ ഉറപ്പായിട്ടും ഞാൻ നീറ്റിനും ലൈവ് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മോർ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം ഒന്ന് പറയാമോ? Is it 6:30 or in between daytime, or which is the better time for you? എന്നെ ഇപ്പൊ കേൾക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്യാവോ? വിച്ച് ഈസ് ദ കറക്റ്റ് ടൈം? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ടുള്ള സമയം ഓരോരുത്തരും പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്യാം. പ്ലീസ് ഷെയർ വിത്ത് മീ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നിങ്ങൾ worried ആകണ്ട. ഈ ചാനലിൽ തന്നെ ഏതാണ്ട് 10-12 വർഷത്തെ ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് ആയിട്ട് സോൾവ്ഡ് ആണ്. കാരണം അങ്ങനെ ഒരു മെറ്റീരിയൽ ഇന്ന് നമ്മുടെ കേരളത്തിലോ ബുക്ക് പബ്ലിഷേഴ്സിന്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഒത്തിരി ഉപകാരപ്രദമായിരിക്കും. ഓരോ ചാപ്റ്ററിലും ഒരു 15 ക്വസ്റ്റ്യൻസ് വീതം വരുന്ന തരത്തിൽ അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 30 ചാപ്റ്ററിൻ്റെതും അത് ഇൻസൈഡ് ദിസ് ചാനൽ. യു ക്യാൻ യൂസ് ഇറ്റ്, റിയലി ഹെൽപ്ഫുൾ. ഓക്കെ ഫൈൻ ഫൈൻ. പാസ്റ്റ് 4 years സ്കീം പഠിച്ചാൽ നല്ല സ്കോർ കിട്ടുമോ? ഒരുവിധം പാറ്റേണിനെ കുറിച്ച്, പിന്നെ നിങ്ങൾ നീഡഡ് ആണെങ്കിൽ ഞാൻ പകൽ സമയത്ത്, കാരണം ഇനി എല്ലാ ദിവസവും നമ്മൾ ഈ ഒരു പ്രോസസ്സിലൂടെ എൻഗേജ്ഡ് ആണ്. ബട്ട് ഐ വിൽ ട്രൈ ടു വൺ തിങ്. ഇഫ് യു നീഡഡ്, എന്റെ ചാനലിൽ ഇല്ലാത്തതും നമ്മുടെ 2020 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് യോജിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 2016 ആണ്, 2016 ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഇഫ് യു നീഡഡ് ഐ വിൽ ബിക്കം ലൈവിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് എൻഡ് ഓഫ് ദ നമ്മുടെ കീം എൻട്രൻസിന് ഒരു 2 to 3 days ഗ്യാപ്പ് ഇട്ടിട്ട് പകൽ സമയത്ത് വേണേൽ നിങ്ങൾക്ക് നീഡഡ് ആണെങ്കിൽ ഐ വിൽ ലൈവിലേക്ക് വരാം. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചാനലിൽ നിങ്ങൾ നീഡ് അറിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു 3 മണിക്കൂർ കൊണ്ട് എല്ലാ ചാപ്റ്ററുകളും ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുന്ന തരത്തിൽ, അതോടൊപ്പം 2016 ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ നീഡ് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ മതി. ഐ വിൽ പ്രിപ്പയർ ഫോർ ദാറ്റ് ആൻഡ്
വീണ്ടും എൻ്റെ പേര് സാംസൺ SS എന്നാണ്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഒരു ഫിസിക്സ് അധ്യാപകനാണ്. നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് റാങ്ക് 2 പ്രാവശ്യം മേടിച്ച കുട്ടികളെ പരിശീലിപ്പിച്ചൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പാൻഡമിക്കിൽ ഒത്തിരി കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കിട്ടാതെ വരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉദ്യമം ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് കുറച്ചധികം കുട്ടികൾ അത് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു റീഡിങ്. സോ പ്ലീസ് ഷെയർ ദാറ്റ് വൺ ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. നന്നായിട്ട് പഠിക്കുക. അബ്ദുൽ കലാം സാർ പറഞ്ഞ ഡയലോഗ് മറക്കരുത്, തുടക്കത്തിൽ ഞാൻ ഷെയർ ചെയ്തു. കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലിയർ. തോൽവിയെ ഒഴിവാക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്കും കോൺഫിഡൻസുമാണ്. സോ ഇൻ ദ കമ്മിങ് ഡേയ്സ് ഇറ്റ് ബിക്കംസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. കിട്ടുന്ന സമയം വളരെ ഊർജ്ജമായിട്ട് ഉപയോഗിക്കുക. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.